ഹലോ ഫ്രണ്ട്സ്, അണ്ണ ഫഗിലായിട്ടുള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ കുറേ നാളായിട്ട് പോകാതിരുന്നു. ഇപ്പം ചൂനായിട്ട് പോകാം കേട്ടോ. കുഞ്ഞിൻ്റെ പനിയൊക്കെ ആയതുകൊണ്ട് പുറത്തൊന്നും ഇറങ്ങാതിരിക്കുമായിരുന്നു. അപ്പം പനിയൊക്കെ കുറഞ്ഞപ്പോൾ ഞങ്ങൾ പോകാനായിട്ട് റെഡി ആവുക കേട്ടോ. ചിന്നപ്പം എന്തേ എവിടെ പോവാ കുഞ്ഞാ? ചൂനായിട്ട് എന്തിനു പോവാ? ഒന്ന് ചാറ്റ കൊടുത്തേ പോട്ട് വട്ടെന്ന് പറയാം. അപ്പം ചിന്നപ്പം പറഞ്ഞ സഞ്ജു നമ്മുടെ ലൈവിൽ സ്ഥിരം വരുന്ന കേട്ടോ. അപ്പം അങ്ങനെ പറഞ്ഞ് ഈ പേര് ഇതിനിപ്പോൾ കാണാപ്പാടമായിട്ടുണ്ട്. സഞ്ജു ഇത് സഞ്ജു ചേട്ടനാണോ എന്ന് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ, വണ്ടിയെ പോയിക്കൊണ്ടിരിക്കുക. ഇതാണ് വട്ടേക്കാട്ടമ്പലം കേട്ടോ. ഇവിടെ വരുമ്പോൾ എല്ലാം ചിന്നപ്പം കൈകൂപ്പി കാത്തിരക്ഷിച്ചിനേന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ അവിടുന്ന് വന്ന് CNS കൺസ്ട്രക്ഷൻ കമ്പനി വന്നു കേട്ടോ. അപ്പം ഇന്ന് സാറ്റർഡേ അല്ലേ, ചേട്ടന് ശമ്പളം കിട്ടുന്ന ദിവസമാണേ. അപ്പം പിന്നെ അവിടെ നിന്ന് ഇറങ്ങി വേണ്ട ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക ചൂനാട്ടോട്ട്. അപ്പോൾ ഒരു പെട്ടിവണ്ടി നിറയെ തേങ്ങ കൊണ്ടുപോകുന്ന വണ്ടി. എനിക്ക് അന്നേരം ഒരു 2-3 തേങ്ങയെങ്കിലും മേടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ അവരെവിടെയോ വിൽക്കാൻ കൊണ്ടുപോയിക്കുവാൻ തോന്നുന്നു കേട്ടോ. അങ്ങനെ നമ്മളാണ്ട് പെട്രോൾ അടിക്കാൻ വന്നിട്ടുണ്ട്. ചൂനാട്ട് വരുമ്പോൾ എല്ലാം ഇവിടെ നിന്ന് പെട്രോൾ അടിച്ചിട്ടേ പോകത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇവിടെ മാറി നിൽക്കുക. ചേട്ടൻ അങ്ങൂന്ന് പെട്രോൾ അടിക്കുന്നുണ്ട്. എപ്പോഴും ഞങ്ങളിവിടെ മാറി നിൽക്കും കേട്ടോ. അതുകൊണ്ട് ആ ബസ് കിടക്കുന്നുണ്ടോ, ബസ്സിൻ്റെ അവിടെ ചേട്ടൻ വണ്ടി നിർത്തും, പിന്നെ ഞങ്ങളിവിടെ മാറി നിൽക്കും. അതാണ് ഞങ്ങളുടെ ജോലി. അപ്പോൾ ഇതാണ് പാലമുട്ടിൽ സൂപ്പർ മാർക്കറ്റ്. ചൂനാട്ടൂർ ചന്തയ്ക്ക് പടിഞ്ഞാറുള്ളതാണ് പാലമുട്ടിൽ സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ ഇവിടെ വന്ന് ചിന്നപ്പം നോക്കൂ എന്തൊക്കെ സാധനങ്ങൾ എടുക്കണമെന്ന്. പിന്നെ അവനൊന്നും പ്രത്യേകിച്ചൊന്നും എടുത്തില്ല. അവന് 2-3 മുട്ടായി മാത്രമേ മേടിച്ചുള്ളൂ. പിന്നെ അമ്മയ്ക്കൊരു ബിസ്ക്കറ്റ് മേടിച്ച്, ആരോറൂട്ടിൻ്റെ ലിക്വിഡ്, ചേട്ടന് സോപ്പ്, വിളക്കെണ്ണ, അങ്ങനെ കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആഴ്ച വരുന്നതായതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, 3-4 ആഴ്ചയായി വന്നിട്ട്. കുഞ്ഞിന് പനി ആയതുകൊണ്ട് അപ്പോൾ ഇന്ന് എന്തായാലും പോകണമെന്ന് പറഞ്ഞ് ഞാനും ചിന്നപ്പനും ഇരിക്കുമായിരുന്നു. അപ്പോൾ ചേട്ടൻ ഒരു ബ്രഷ് എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാ സാധനം നമ്മളിങ്ങനെ നോക്കി വരണം, അല്ലെങ്കിൽ മറന്നു പോകും. ചിന്നപ്പൻ നല്ല ബാഹുബലി കളിക്കും കേട്ടോ, അത് പൊക്കി. അങ്ങനെ നമ്മൾ എപ്പം ചൂനാട്ട് വന്നാലും എന്തേലും ഒരു സാധനം കാണും മറന്നു പോകുന്നത്. അത് ഏത് കടയിൽ പോയാലും അങ്ങനെ എന്തേലും ഒരു സാധനം കാണും മറന്നു പോകുന്നത്. പിന്നെ നമ്മൾ പൊടി ഐറ്റംസ് ഒക്കെ ഇരിക്കുന്ന സ്ഥലത്തോട്ട് പോയി. പൊടി ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിപ്പൊടി, പുട്ടുപൊടി, ഇടിയപ്പപ്പൊടി, റവ, അങ്ങനെ കുറേ സാധനങ്ങൾ. അതിനാണ് ഞാൻ പറയുന്നത്. അങ്ങനെ പിന്നെ ഇതേപോലത്തെ ബ്രൂ മേടിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി എൻ്റെ കാപ്പി കുടിക്കാൻ. പിന്നെ ഇടിയപ്പപ്പൊടി ഇതാണ് മേടിച്ചേട്ടോ. പിന്നെ ചിന്നപ്പനും ഞാനിവിടെ ചേട്ടൻ നേരത്തെ വന്ന് വെളിച്ചെണ്ണ എടുത്തുകൊണ്ട് പോയി. പിന്നെ ഞാനും ചിന്നപ്പനോട് അയമോദകം തപ്പി വന്നു കേട്ടോ. അയമോദകം വെള്ളം തിളപ്പിക്കാൻ. ഞങ്ങളിവിടെ അയമോദകം വെള്ളം തിളപ്പിക്കുന്നത്. സാധാരണ ഇവിടാണ് അയമോദകം ഇരിക്കുന്നത്. അന്നേരം നോക്കിയിട്ടൊന്നും കണ്ടില്ല. പിന്നെ അവിടുന്ന് ഉഴുന്നെടുത്തുകൊണ്ട് പോയി. പിന്നെ വെളിച്ചെണ്ണ ചേട്ടൻ എടുത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ല. ഈ ചിന്നപ്പന് ഇവിടെ വന്നിറങ്ങുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ട്. ഇവിടെ എല്ലാം നടന്ന് ഓടിക്കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അവന് ഷൂ ഊരാതെ അതിൻ്റെ അകത്തോട്ട് കയറ്റി. അതുകൊണ്ട് തന്നെ വീഴുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. പിന്നെ എല്ലായിടും ഇങ്ങനെ നോക്കി വരുമായിരുന്നു, എന്തെങ്കിലും എടുത്തോ മറന്നോ എന്നൊക്കെ. പിന്നെ ബില്ലടിക്കാൻ കൊണ്ട് വെച്ച്. അപ്പോൾ ചേട്ടൻ അറിയാവുന്ന കടയായതുകൊണ്ട്, ചേട്ടൻ ഇവിടെ ജോലി ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ അവിടെ വെച്ചിട്ട് ഞങ്ങൾ പോവും ബില്ലടിക്കണേന്ന് പറഞ്ഞ്. ഞങ്ങൾ ചന്തയിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് സാധനം എല്ലാം ബില്ലടിച്ച് വെച്ചേക്കും. ഈ പച്ചക്കറി കടയിൽ നിന്നാണ് ഞങ്ങൾ സാധനം മേടിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ അച്ഛനാണെങ്കിൽ നമ്മുടെ ചിന്നപ്പൻ എപ്പം വന്നാലും ഒരു പഴം കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്രാവശ്യം ഒരു പഴം കൊടുത്തത് നമ്മുടെ ചേട്ടൻ അത് കഴിച്ചു കേട്ടോ. ഇവിടെ വന്നാണ് എൻ്റെ ചേട്ടൻ കഴിക്കുന്നുണ്ട്. ഇവിടെ വന്നാണ് ചിന്നപ്പൻ പഴം കഴിക്കാൻ പഠിച്ചത്. ഈ അച്ഛനാണെങ്കിൽ എപ്പം ഇവനെ കണ്ടാലും ഒരു പഴം എടുത്തു കൊടുക്കും. അങ്ങനെ എന്നെയും കുഞ്ഞിനെയും അവിടെ നിർത്തിയിട്ട് ചേട്ടൻ മീൻ മേടിക്കാൻ പോവാണ്. കാണുന്നതാണ് മീൻ വിൽക്കുന്നിടം. എന്താണെന്നറിയത്തില്ല, ചേട്ടൻ ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകാറേ ഇല്ല. ഇതാണ് ഞങ്ങളുടെ പച്ചക്കറി കട കേട്ടോ. അങ്ങനെ ചേട്ടൻ മീൻ മേടിക്കാൻ പോയത്, നല്ല മത്തി ഉണ്ടെന്ന് പറഞ്ഞ് പോയതാ. എന്ത് വേണോ എന്തോന്നറിയത്തില്ല. ചേട്ടൻ പോയിട്ട് വന്നപ്പോൾ നല്ല വെണ്ടം മത്തി മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. നല്ല പരിഞ്ഞിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് മേടിച്ചുകൊണ്ട് വന്ന്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് സൂപ്പർ മാർക്കറ്റിൽ വന്ന് പച്ചക്കറിയും മീനും എല്ലാം വണ്ടിയെ വെച്ചിട്ട് ചേട്ടൻ സാധനങ്ങൾ എടുക്കാൻ പോയത് കേട്ടോ. അങ്ങനെ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് വന്ന് ചേട്ടൻ എല്ലാം കൂടെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ചേട്ടൻ എടുക്കുന്നുണ്ട്. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന സാധനങ്ങളെല്ലാം വണ്ടിയുടെ അകത്ത് വെക്കും. അതിങ്ങനെ കവറോടല്ല വെക്കുന്നത്, ഓരോന്നോരോന്ന് ഇങ്ങനെ പെറുക്കി ഇടുക കേട്ടോ. അങ്ങനെ ഞാൻ ചിന്നപ്പനോട് ഓരോന്നൊക്കെ സംസാരിക്കുമ്പോൾ അവനൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അവൻ വേറെ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. അങ്ങനെ ചേട്ടൻ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പെറുക്കി ഇടുക കേട്ടോ. അല്ലെങ്കിൽ എല്ലാം കൂടെ കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഈ ലിക്വിഡ് ഉള്ളതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാം കൂടെ കൊണ്ടുപോകാൻ. പിന്നെ ഞങ്ങളെ സാധനങ്ങളെല്ലാം എടുത്ത് ഞങ്ങൾ വണ്ടിയിൽ പോകാൻ തുടങ്ങി. അങ്ങനെ പുട്ടുകടയിൽ വന്ന്, ചൂനാട്ട് പുട്ടുകടയിൽ വന്ന്. പക്ഷെ പുട്ടുകടയിൽ അന്നേരം ആണെങ്കിൽ ഇവിടെ നല്ല റൈസ് കിട്ടും.
പക്ഷേ ആ സമയത്ത് അവിടെ റൈസ് ഇല്ലായിരുന്നു, കുറച്ചുകൂടെ കഴിഞ്ഞാൽ തുടങ്ങുന്നത്, അതുകൊണ്ട് അന്നേരം കിട്ടിയില്ല. പിന്നെ വരാമെന്ന് പറഞ്ഞ് പോയി. അന്നേരം ഞങ്ങൾ ഈ അച്ഛൻ്റെ കയ്യിൽ നിന്ന് 1 കിലോ മാങ്ങ മേടിച്ച്, 1 കിലോ അല്ല 2 കിലോ മാങ്ങ മേടിച്ച്, 2 കിലോ മാങ്ങയ്ക്ക് 100 രൂപയായിരുന്നു. അങ്ങനെ സാധനങ്ങളെല്ലാം മേടിച്ച് ഞങ്ങളിങ്ങനെ വീട്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ചിന്നപ്പിനോട് മുട്ടായി മേടിക്കുന്ന കാര്യമൊക്കെ ഇങ്ങനെ ചോദിച്ച്, മുട്ടായി കിട്ടിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അയ്യോ, ആ കടയിൽ അച്ഛനാണെങ്കിൽ ഇവന് 2 മുട്ടായി കൊടുത്തായിരുന്നു കേട്ടോ, ഫ്രീ ആയിട്ട്. അപ്പോൾ അതിന് ഭയങ്കര സന്തോഷത്തിൽ വരുമായിരുന്നു. അങ്ങനെ നമ്മുടെ വീടെത്തി കേട്ടോ. അപ്പം വീടെത്തിയപ്പം തന്നെ 2 സൈക്കിൾ ഇരിക്കുന്നത്. അപ്പം നമുക്ക് മനസ്സിലായി നമ്മുടെ ശബരിക്കുട്ടൻ വന്നിട്ടുണ്ടെന്ന് കേട്ടോ. അങ്ങനെ ശബരിയൊക്കെ മീനെ പിടിക്കാൻ പോയിട്ട് വന്നയാട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കവറിൻ്റെ അകത്ത് കിടന്ന് പിടയ്ക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ലൊരു കാര്യം ഉണ്ടായിരുന്നു. പിന്നെ കുറേ കരട്ടി കുഞ്ഞുങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ അവിടെ ഈ കരട്ടിക്ക് കൈതക്കോരാന്നാണ് പറയുന്നത് കേട്ടോ. ഇവിടെ വന്നപ്പോഴേ ഈ കരട്ടി എന്നുള്ള പേര് ഞാൻ കേട്ടത്. അങ്ങനെ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. താങ്ക്